എഴുന്നേറ്റോ? ഞാൻ തന്നെ വിളിക്കാൻ വരുമായിരുന്നു. ഇവിടെ വന്ന ഞാൻ എപ്പോഴും ഈ നേരത്തിൽ എഴുന്നേൽക്കാൻ വാ. പിന്നെന്താ? എന്നത്തെയും പോലെയാണോ ഇന്ന്? നിനക്ക് ഇന്ന് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങൾ? അച്ഛനും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം പെണ്ണ് കാണാൻ പോവാൻ. പെണ്ണ് കാണാനോ? ആ, പല്ലവി പറഞ്ഞല്ലോ നീ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ടുള്ള വരവാണെന്ന്. എന്നാ പിന്നെ വൈകണ്ടല്ലോ. എൻ്റെ അമ്മേ, അവളത് വെറുതെ പറഞ്ഞതാ. അപ്പോഴേക്ക് നിങ്ങൾ പെണ്ണ് കാണാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയോ? ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. നാളെ വൈകിട്ട് തിരിച്ചു പോവും. പെണ്ണ് കെട്ടാനാവുമ്പോൾ ഞാൻ പറയാം, അപ്പം നോക്കിയാൽ മതി. ആ ചിത്രേ, ഞാൻ അവർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നൊരു 12:30 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ മതിയാവും അല്ലേ മോനെ? അല്ല, നിങ്ങളിത് എന്ത് ഭാവിച്ചാ? ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ കല്യാണം വേണ്ട. നീ ഇപ്പം തന്നെ അങ്ങനെ പറയല്ല മോനെ. നിനക്ക് കണ്ടാൽ എന്തായാലും ഇഷ്ടമാവും. നല്ല കൊച്ചാടാ. എറണാകുളത്ത് നഴ്സാ. കഴിഞ്ഞ മാസം നിന്റെ അച്ഛൻ്റെ ചെക്കപ്പിന് പോയപ്പോൾ കണ്ടതാ. അന്ന് എൻ്റെ ബാഗ് അവിടെ വെച്ചൊന്ന് കാണാതായി. അത് കണ്ടുപിടിക്കാൻ ഈ മോളാ സഹായിച്ചത്. അന്ന് ആ കൊച്ചിൻ്റെ ഒരു ആൻറ്റിക്ക് അവിടെ ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയുടെ ഫാമിലീനെ അവിടെ വെച്ച് കാണാൻ പറ്റി. ഞങ്ങളൊക്കെ പരിചയപ്പെട്ടു. നല്ല ഫാമിലിയാടാ. ഞങ്ങൾ നിന്റെ കാര്യം അന്ന് അവരോട് ചെറുതായി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നീ നാട്ടിൽ വന്ന ഒഴിപോലെ നിന്നെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ അവർ പറഞ്ഞിരുന്നു. നീ ഇപ്പം എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, നമുക്കൊന്ന് പോയി നോക്കാടാ. എന്താ മോനെ ഇത്ര ആലോചിക്കാൻ? എന്നായാലും ഒരു കല്യാണം വേണം. ഞങ്ങൾ നിനക്ക് എന്തായാലും നല്ലൊരു കൊച്ചിനെ കണ്ടുപിടിക്കൂ. നിനക്ക് ഞങ്ങൾ അത്രയും വിശ്വാസമില്ലേ? എൻ്റെ അച്ഛ, ഇത് നിങ്ങളോടുള്ള വിശ്വാസത്തിൻ്റെ കാര്യമല്ല. ഞാനൊരു വിവാഹം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല, അതുകൊണ്ടാ. ആ, എല്ലാ ചെറുക്കന്മാരും ഇതൊക്കെ തന്നെ ആദ്യം പറയുന്നത്. നീ ആദ്യം ആ കൊച്ചിനൊന്ന് കണ്ടു നോക്ക്. നിനക്ക് ഇഷ്ടപ്പെടും. ഇല്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കില്ല. നിന്റെ ഇഷ്ടത്തിന് എപ്പോഴാന്ന് വെച്ചാൽ കല്യാണം കഴിച്ചാൽ മതി. ശരി, പോയേക്കാം. അവരുടെ സ്ഥലം എവിടെയാ? എറണാകുളം. ഹോ, എൻ്റെ അമ്മയെ 2-2.5 മണിക്കൂർ എടുക്കും അങ്ങോട്ടേക്ക് എത്താൻ. ഇവിടെ അടുത്ത് നിന്നെങ്ങാനും കണ്ടുവച്ചാൽ പോരായിരുന്നോ? എടാ മോനെ, എന്തായാലും നിന്റെ അച്ഛനെ കാണിക്കാൻ എറണാകുളം വരെ പോകണം. പിന്നെന്താ? മാത്രമല്ല, നിനക്ക് വിധിച്ചിരിക്കുന്നത് അവിടെ നിന്നാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് എത്തിച്ചേർന്നല്ലേ പറ്റൂ. ആ ശരി, എപ്പോഴാ പോകുന്നേ? നമുക്കൊരു 1 മണിക്കാകുമ്പോൾ പോവാം. പിന്നെ അവിടെ ചെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രമേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പാടുള്ളൂ. വെറുതെ ഞങ്ങളെ ശല്യം തീർക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ല എന്നെങ്ങാനും പറഞ്ഞ ബാക്കി ഞാൻ അപ്പം പറയാം. ഓ ഇല്ലെൻ്റെ പൊന്നെ, നമുക്ക് വേണ്ട പോലെ ചെയ്യാം. അമ്മ ചെല്ല്. ആ മണവാളൻ, എഴുന്നേറ്റോ? നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിയാനാണോ പാട്? നീ എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ രാവിലെ ആൻറ്റിക്ക് വിളിച്ചിരുന്നു. ഓ, എന്നെ കൊണ്ടുപോയി കുഴി ചാടിച്ചപ്പോൾ സന്തോഷമായി അല്ലേ? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ മുത്തേ. അയ്യോ, ഇങ്ങനെ നീ ഒരുപാട് സ്നേഹിച്ചാലേ എന്നെ എത്രയും പെട്ടെന്ന് കുഴി കൊണ്ട് വെക്കേണ്ടി വരും. പോ അവിടുന്ന്. അല്ല, എവിടെയാ പെണ്ണ് കാണാൻ പോകുന്ന സ്ഥലം? എന്തേ, മെസ്സഞ്ചർ അത് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ ചോദിക്കാനും മറന്നു. പറ, എവിടെയാ? തൽക്കാലം നീ അറിയണ്ട. അല്ല, അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. പോകുന്നു, കാണുന്നു, നോ പറയുന്നു, ദാറ്റ്സ് ഇറ്റ്. അമ്മയ്ക്ക് വേണ്ടി പോകുന്നതല്ലേ? ഓ പിന്നെ, എനിക്കറിഞ്ഞൂടെ നിന്നെ. വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയ നീ കുറച്ച് കഴിഞ്ഞ പെണ്ണ് കാണാൻ പോവുക. എനിക്കുറപ്പാ, പെണ്ണിനെ കണ്ടാൽ നീ അവളെ കൂട്ടിയേ തിരികെ വരൂ. നീ പോടി പവി. ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് എത്തട്ടെ. നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ഓ അങ്ങനെയാവട്ടെ. എന്നാൽ പിന്നെ ഞാൻ വെക്കുക. നീ പെട്ടെന്ന് ലീവ് എടുത്ത് പോയതുകൊണ്ടേ എനിക്ക് വർക്ക് ഡബിളാ. എന്നാൽ ശരി, ബൈ. ഓക്കെ, ബൈ. ഞാൻ പോകുന്നത് നിന്റെ സ്ഥലത്തേക്കാ പവി. ഇപ്പം ഞാനത് പറഞ്ഞ നീ മൂഡ് ഓഫ് ആവും. അത്രയും മനസ്സ് വേദനിച്ചു കൊണ്ടായിരിക്കുമല്ലോ എല്ലാം വേണ്ടെന്ന് വെച്ച് ഇറങ്ങി പോകുന്നത്. എന്തായാലും ഈ കല്യാണം നടക്കില്ല. പിന്നെ എന്തിനാ വെറുതെ നിന്നെ ടെൻഷനാക്കുന്നത്? എന്താ ചേട്ടാ? ഡോക്ടർ എപ്പോഴാ വരിക? എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടനോടല്ലേ ഞാൻ പറഞ്ഞത് ഡോക്ടർ വരാൻ കുറച്ചുകൂടെ സമയം എടുക്കും. ഒരു എമർജൻസി വന്നതുകൊണ്ടാണ് ഡോക്ടർ ഇപ്പോൾ ഒട്ടിയിലുള്ളത്. അത് കഴിഞ്ഞ് ഉടനെ വരും. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എത്ര നേരം മനുഷ്യൻ കാത്തു നിൽക്കുന്നു? ചേട്ടാ പ്ലീസ്, ബഹളം ഉണ്ടാക്കാതെ അവിടെ പോയിരിക്കും. ഇനി ഡോക്ടർ അധികം വൈകില്ല. കുറേ നേരമായി ഡോക്ടർ പ്ലവര അവർക്കൊന്ന് പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഈ മേജർ സിസ്റ്റർ അവിടെ പോയി എടുക്കുക. സമയം പോകുന്ന പോക്ക് നോക്കി മമ്മ തന്നെ കൊല്ലും. ഡോക്ടർ എന്തായാലും വന്നിട്ടില്ല എന്നല്ലേ റിസപ്ഷനിൽ നിന്ന് പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 204-ൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ വയ്യാതെ കിടക്കുന്നുണ്ട്. നമുക്ക് അവരെ ഒന്ന് പോയി കാണാം. ഞാനൊന്നുമില്ല, അച്ഛനും അമ്മയും പോയി കണ്ടാൽ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്. അവിടെ ഒ പിയിൽ പോയിട്ട് ഡോക്ടർ എപ്പോഴാണ് വരാമെന്നൊന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങളെ വിളിച്ച് പറ. അതെന്തിനാ ഇനി ചോദിച്ച് വിളിച്ച് പറയാനല്ലേ? നിങ്ങൾ പോയിട്ട് വേഗം വാ. അതൊക്കെ ഞങ്ങൾ വേഗം വന്നോണ്ട്. എന്നാലും ഡോക്ടർ എപ്പോഴാണ് വരാമെന്നൊന്നും അറിയാലോ. ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് പറയാം.
സോറി എമിലി, ഞാൻ കുറച്ച് ലേറ്റായി. എന്താ സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നേരത്തെ പോകണമെന്ന്. എത്ര നേരം ഞാൻ ഡ്രസ്സ് മാറിയിട്ടിരിക്കുന്നറിയോ? സോറിടാ, ഇനി ഉണ്ടാവില്ല. ശരി, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക. ഇതുവരെ ടോക്കൺ എടുത്ത എല്ലാ പേഷ്യൻസിൻ്റെ റെക്കോർഡ് വന്നിട്ടുണ്ട്. ഞാനത് അറേഞ്ച് ചെയ്തിട്ടില്ല, ആ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ, അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നാൽ പിന്നെ നീ ഇറങ്ങിക്കോ. എക്സ്ക്യൂസ് മീ, എന്താ? ഡോക്ടർ വന്നായിരുന്നോ? ഇല്ല. ആണോ? എപ്പോഴാ വരിക? എൻ്റെ പൊന്നു ചേട്ടാ, ഡോക്ടർ സമയമാകുമ്പോൾ വരും. അതിന് ഇയാളെന്തിനാ ചൂടാവുന്നേ? ചൂടായതല്ല, കാര്യം പറഞ്ഞതാ. ഇങ്ങനെയോ? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? ശരിയാ, ഡോക്ടർ OP ടൈം പറഞ്ഞത് 3 മണിയാ. പക്ഷെ പെട്ടെന്ന് ഒരു എമർജൻസി വന്നതുകൊണ്ട് ഡോക്ടർ OTയിൽ കയറുന്ന എത്ര നേരമായി ഞാൻ പറയുന്നു. അല്ല, പക്ഷെ ഞാനിപ്പോ അവരുടെയൊക്കെ ഓരോ നിമിഷത്തിനും ഓരോ ജീവന്റെ വിലയുണ്ട്. നിങ്ങൾക്ക് എന്താ ഇതൊന്നും മനസ്സിലാകാത്തത്? അല്ല, അതിന് ഞാൻ എത്ര വൈകിയാലും ഡോക്ടർ നിങ്ങളെ എല്ലാവരും നോക്കിയിട്ടേ പോകൂ. അതുകൊണ്ട് കയ്യിലുള്ള ടോക്കൺ ആ OP റൂമിലെ സിസ്റ്റർ ഏൽപ്പിച്ചിട്ട് ചേട്ടൻ അവിടെ അങ്ങനെ പോയിരിക്കും. എൻ്റെ ദൈവമേ, ഡോക്ടർ എപ്പോഴാണ് വരാമെന്ന് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ കൂടെ പോരുന്നു എന്ന് ചോദിച്ച റിയാക്ഷൻ, ഇതൊക്കെ എവിടെ നിന്ന് വരണടോ? ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. അതൊരു മണിക്കൂർ നേരമായി ഇതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. എന്നാലും ആളുകളെ ഡോക്ടർ എപ്പോഴാണ് വരിക എന്നങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഓ ആണോ? അതെനിക്ക് അറിയില്ലായിരുന്നു. ആ തരുണേ, അവിടുന്ന് റൈറ്റ്. ആ അച്ഛാ. ആ ഇതന്നെ. വാട്ട് ദ അവന്യൂ? ആ എൻട്രൻസ് കഴിഞ്ഞ് എടുത്തുന്ന 2ാമത്തെ വീട്. വാട്ട്? സീരിയസ്ലി? നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ? ഇതിനു മുമ്പ് നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഏയ് ഇല്ലില്ല, ഞാൻ ചുമ്മാ. ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്വപ്നം കാണാണോ? ബട്ട് ഹൗ ഇസ് ദിസ് പോസിബിൾ? എടി പവി, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പെണ്ണാണാൻ പോകുന്നത്. എൻ്റെ അമ്മേ, എനിക്ക് ഇവാനെ കാണാൻ പറ്റുമോ? എനിക്ക് വയ്യ. എടാ ചെക്ക, നീ ഇത് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക. വണ്ടി എടുക്ക്. ആ അച്ഛാ, എടുക്കുക. ആ പിന്നെ മോനെ, ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. തിരക്കിനിടയിൽ മോനോട് പറയാൻ മറന്നു. ആ അതെനിക്കറിയാം. എങ്ങനെ? അല്ല, നിങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇതെല്ലാം ഇങ്ങനെ തലതിരിഞ്ഞ് വരുമെന്ന്. ഇപ്പൊ എന്തേ, അമ്മയ്ക്ക് ജാതകമൊന്നും നോക്കണ്ടേ? അത് പിന്നെ 30 വയസ്സിന് മുമ്പ് നിന്റെ കല്യാണം നടക്കണമെന്നേ എനിക്കുള്ളൂ. പിന്നെ ആ കൊച്ചിൻ്റെ ജാതകമൊക്കെ എഴുതിച്ചിട്ടുണ്ടെന്ന് അവളുടെ അമ്മ പറഞ്ഞിരുന്നു. നിനക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നമുക്ക് നോക്കാം. ഓ വേണ്ട, എനിക്കതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ആ മതി, അമ്മയും മോനും വഴക്കിട്ടത്. നീ വണ്ടി എടുത്ത് തരുൺ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ല മാത്യു. ആണോ? എന്നാ പിന്നെ അകത്തേക്കിരിക്കാം, വരൂ. സ്മിതേ, കുടിക്കാനെടുക്ക്. മാത്യു, അപ്പോ ഇതാണ് ഞങ്ങളുടെ മകൻ തരുൺ. ആ മനസ്സിലായി. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു തരുൺ? നന്നായി തന്നെ പോകുന്നുണ്ട് അങ്കിൾ. തരുണിന് എന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മാത്യു. ഞാൻ ബാങ്ക് മാനേജറാ. ഇപ്പം അകത്തേക്ക് പോയില്ലേ, അതാണ് സ്മിത, എൻ്റെ ഭാര്യ. ഞങ്ങൾക്ക് 2 മക്കളാ. മൂത്തവൻ ഇവിടെ ഇല്ല, കാനഡയിലാ. അവിടെ HR മാനേജറാ. പേര് ഇവാൻ. പിന്നെ ഉള്ളതാണ് എമിലി, ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലെ നഴ്സാ. അല്ല, അപ്പോ ഇവാൻ എത്ര നാളായി കാനഡയിൽ? ഇവാനെ മുൻപേ അറിയോ? അല്ല ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഓ, അവൻ 6 വർഷത്തോളായി പോയിട്ട്. ഓ, അപ്പോ ഇത്രയും വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇല്ല. അതെന്തു പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ഫിനാൻഷ്യലി കുറച്ച് ബെറ്ററായിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനിലായിരുന്നു. ഓ ഓക്കെ. അല്ല, മോളെ കണ്ടില്ല. ആളെവിടെ പോയി? സ്മിത, മോളെ വിളിക്ക്. ആ മാത്യു. മോളെ എമിലി.
ഇത് അയ്യോ, ഇതയാളല്ലേ? ഹായ് എമിലി. ഹലോ. മോളെന്തിനെങ്കിലും ടെൻഷനാവുന്നേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ദാ ഇതാണ് ഞങ്ങളുടെ മകൻ തരുൺ. ഇന്നലെ രാത്രി ഇങ്ങ് എത്തിയുള്ളൂ. നേരം വെളുത്തപ്പോൾ തന്നെ പിടിച്ച് പിടിയാലിങ്ങ് കൊണ്ടുപോന്നു. ഇപ്പം മുങ്ങിയാൽ പിന്നെ എപ്പോഴാണ് പൊങ്ങാന്ന് പറയാൻ പറ്റില്ല, അതാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ മിലിയോടൊന്ന് സംസാരിച്ചോട്ടെ? അതിനെന്താ? മോളെ ഏമി, തരുണനെയും കൊണ്ട് മോളിക്ക് ചെല്ല്. നിങ്ങൾ സംസാരിക്ക്. ഇത് തൻ്റെ ഏട്ടൻ്റെ റൂമാണെന്ന് തോന്നുന്നു. ആ, എൻ്റെ റൂം കുറച്ച് അലമ്പാ. ഓ, ഓക്കെ ഓക്കെ. ആക്ച്വലി തരുൺ, ഐ എം സോറി. എന്തിന്? അത് ഹോസ്പിറ്റലിൽ വെച്ച്. ഏയ്, അതൊന്നും സാറില്ല. സത്യത്തിൽ താനവിടെ നേഴ്സായിരുന്നു എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പേഷ്യൻസ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ താൻ അങ്ങനെ റിയാക്ട് ചെയ്യാനുണ്ടായ കാരണവും എനിക്ക് അവിടുന്ന് മനസ്സിലായി. സോ ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. ഇവാന്റെയും മിലിയുടെയും ഒരു അടിപൊളി ചിത്രം വരച്ച് ഫ്രെയിം ചെയ്ത് അത് ഇവാന് ബർത്ത്ഡേ ഗിഫ്റ്റായി കൊടുത്തു. ഈ ചിത്രം ഇത് ആരാ വരച്ചത്? അതെൻ്റെ ഒരു ഫ്രണ്ട് വരച്ചതാ. ഓ, കൊള്ളാലോ. എന്താ തൻ്റെ ഫ്രണ്ടിൻ്റെ പേര്? പവി, അല്ല പല്ലവി. ഓ, ഷീസ് റിയലി ടാലൻറ്റഡ്. തൻ്റെ ഫ്രണ്ട് ഇപ്പം എന്ത് ചെയ്യുന്നു? അത് അവളുടെ കല്യാണം കഴിഞ്ഞു. വാട്ട്? കല്യാണോ? ആ അല്ല, തരുൺ എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവുന്നത്? അയ്യോ, ഞാൻ എക്സൈറ്റഡ് ആയതല്ല. ആക്ച്വലി ഇത്രയും ടാലൻ്റുള്ള കുട്ടി ഇപ്പോൾ ഏതെങ്കിലും നല്ല പൊസിഷനിലായിരിക്കുമല്ലോ, അല്ല ആവണമല്ലോ. അപ്പോൾ ഇത്രമേ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ ചോദിച്ചെന്നേ ഉള്ളൂ. ഓ, അതുകൊണ്ട്. ആ, എന്നിട്ട് ഈ പല്ലവി ഇപ്പോൾ എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാണോ? ആക്ച്വലി അവൾക്കൊരു അഫയർ ഉണ്ടായിരുന്നു. സോ അവള് ആളുടെ കൂടെ പോയതാ. വാട്ട്? സീരിയസ്ലി? പവി ഒളിച്ചോടിപ്പോയോ? ആരുടെ കൂടെ? തരുൺ, ആർ യു ഓക്കെ? ഐ മീൻ, ഐ എം സോറി. തനിക്ക് ഒട്ടും അറിയാത്ത ഒരാളെ കുറിച്ച് അറിയാൻ ഇത്രയും ക്യൂരിയോസിറ്റി കാണിക്കുന്നുണ്ട് ചോദിച്ചതാ. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ മിലി, ഇപ്പം ഈ ചിത്രം വരച്ചത് പല്ലവിയാണെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ മനസ്സിൽ പല്ലവിക്ക് ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്തു. സോ ആ കുട്ടി ഒളിച്ചോടി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. ഐ എം സോറി. ഏയ് തരുൺ, സോറി ഒന്നും പറയണ്ട. എന്നാലും എനിക്ക് അതിശയം തോന്നുന്നു അവളെക്കുറിച്ച് ഒട്ടും അറിയാത്ത ഒരാളായിരുന്നിട്ട് കൂടി ഇങ്ങനെ റിയാക്ട് ചെയ്തത് കണ്ടിട്ട്. സത്യത്തിൽ അവളൊരു പാവായിരുന്നു തരുൺ. എന്നും ഒറ്റയ്ക്കായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഒരു കൂട്ട് കിട്ടിയപ്പോൾ മുന്നും പിന്നെ ചിന്തിക്കാതെ അങ്ങ് ഇറങ്ങിപ്പോയത്. ഫ്രണ്ടിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ പറ്റിയ എനിക്ക് അവളെ ഒന്ന് കാണണം, ഒരൊറ്റ പ്രാവശ്യം. എന്നിട്ട് അവളോട് എനിക്ക് ചോദിക്കണം എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന്. പരിചയപ്പെട്ട അന്ന് തൊട്ടേ എന്തിനും ഏതിനും അവൾക്ക് ഞാനും ഏട്ടനും ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും പറയാതെ എന്തിനാ ഇങ്ങനെ മാഞ്ഞു പോയെന്ന് ചോദിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത്. ഇല്ല, തരുൺ പറഞ്ഞു. അത് പിന്നെ മിലിയുടെ ഏട്ടന് പല്ലവിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെ നിന്ന് പോയിട്ട് 6 വർഷമായിട്ടും ഇതുവരെയ്ക്കും തിരിച്ചു വന്നിട്ടില്ല. പിന്നെ വിവാഹം കഴിഞ്ഞിട്ടില്ല. തരുൺ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്നെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്നെക്കുറിച്ച് ചോദിക്കുന്നതിനേക്കാൾ മറ്റുള്ള കാര്യങ്ങളിലാണ് തരുൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഓ, ശരിയാണല്ലോ. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. അല്ല, തരുണിന് എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഓ, അത് മിലി, ആക്ച്വലി ഞാനിപ്പോൾ വിവാഹം കഴിക്കാനുള്ള ഒരു മൈൻഡിലൊന്നും അല്ല. ഈ പെണ്ണ് കാണൽ തന്നെ പെട്ടെന്നുണ്ടായതാ. ഐ എം നോട്ട് പ്രിപ്പയർഡ്. സോ ഐ നീഡ് ടൈം. ഓ, അതാണോ? അതിനിപ്പോൾ എന്താ? ഏറെക്കുറെ എൻ്റെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിക്കൂ എന്ന് തീരുമാനിച്ചിരുന്നതാ. പിന്നെ തരുണിൻ്റെ പാരൻസിനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ, പിന്നെ എൻ്റെ പാരൻസിനും ഓക്കെ ആണെന്ന് തോന്നിയത് കൊണ്ട് ഇതെല്ലാം പെട്ടെന്നുണ്ടായ തീരുമാനങ്ങളാ. പക്ഷെ നമ്മുടെ പാരൻസ് എല്ലാം ഏറെക്കുറെ തീരുമാനിച്ചു മട്ടാ. അതെ, അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കേണ്ടി വന്നത്. എന്തായാലും ഇതൊരു പെണ്ണ് കാണാനായിട്ട് കണക്ക് കൂട്ടണ്ട.
പിന്നെ തന്നെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഞാൻ ഹാപ്പിയാ. സോ സോ കാണാം. യാ, കാണാം. അതാരാ? അത് സേതു അങ്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പവി, അവളുടെ പപ്പയാ. ഓ, അപ്പം ആളെ കയ്യിലാ കുഞ്ഞുവാവ? അത് അങ്കിളുടെ മകളാ, നൈനിക. ഞങ്ങൾ നൈനു എന്ന് വിളിക്കും.